സജി ചെറിയാൻ മാധ്യമങ്ങളോട് വിജയകരമാണെന്നുള്ളതാണല്ലോ ഒരു ഭാഗം നമ്മൾ. അതായത് 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞല്ലോ. അപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടി. ആദ്യ ഭാഗത്ത് തന്നെ നീതി കിട്ടി. രണ്ടാമത് ഗൂഢാലോചനയുടെ ഭാഗമാണ് വരുന്നത്. അതിലിപ്പോൾ ഏതെങ്കിലും ഒരാളിനെ കുറ്റവാളിയാക്കാൻ ഞങ്ങളാരും ശ്രമിച്ചിട്ടില്ല. ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല, ആരും ശ്രമിക്കുന്നില്ല. അത് കൃത്യമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് പോയിരിക്കുന്ന വിഷയം. കോടതി അത് പരിശോധിച്ചതിന് ശേഷമാണല്ലോ ആ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ അല്ല 4 പേരെ വെറുതെ വിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിന്മേൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനമാണ് അപ്പീൽ പോകുന്നുള്ള ഗവൺമെന്റ് തീരുമാനം. അപ്പോൾ അപ്പീൽ പോകുമ്പോൾ ഇപ്പോൾ കുറ്റവാളി ആരെങ്കിലും ചെയ്തു എന്ന ആർഗ്യുമെന്റ് അടിസ്ഥാനത്തിലല്ല, അത് കോടതിയാണ് പറയേണ്ടത്. ഇനി ഹൈക്കോടതിയാണ് അത് പറയേണ്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് അത് സംബന്ധിച്ച് പോകട്ടെ, ഹൈക്കോടതി അത് സംബന്ധിച്ച് തീരുമാനം എടുക്കട്ടെ. ആ നിലയിലാണ് അതിനെ കാണേണ്ടത്. ഇപ്പൊ ആരെയെങ്കിലും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ ആരെങ്കിലും മോശപ്പെടുത്താനോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഭാഗം ആദ്യ ഭാഗം വിജയിച്ചു എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഈ അതിജീവതയെ ആക്രമിച്ച ആളുകളിൽ 6 പേർക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ പോകും. രണ്ടാമത്തെ ഭാഗം ആരാണ് ഇതിന്റെ പിന്നിൽ, അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിശോധന ആവശ്യമാണെന്നാണ് ഗവൺമെന്റ് തോന്നുന്നത്. ആ പരിശോധന നടത്തേണ്ടത് കോടതിയാണ്. ആ കോടതിയിലേക്ക് നമ്മൾ പോകുന്നു മാത്രമല്ല, അല്ലാതെ ഇതിന്റെ ഏതെങ്കിലും ന്യായാന്യായങ്ങളെ കുറിച്ച് ഇപ്പം നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം കോടതി മുമ്പിൽ നിൽക്കുന്ന വിഷയമാണ്. അല്ല, അത് ആ നിലയെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയല്ലോ. അപ്പൊ അതായിരിക്കും ആ പറഞ്ഞ കാര്യം. ഗവൺമെന്റിനെ സംബന്ധിച്ച് ആ ഭാഗമല്ല ഗവൺമെന്റ് നോക്കുന്നത്. ഗവൺമെന്റ് പ്രോസിക്യൂഷൻ തയ്യാറാക്കി കൊടുത്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ബാക്കി ഭാഗത്ത് ഇനിയും ചെയ്യേണ്ടത്, അത് ഉപരിക്കോടതിയിലേക്ക് വിടുക എന്ന് മാത്രമേ ഉള്ളൂ. ആ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പീൽ പോവുകയാണ് എന്നുള്ളതാണ് സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നതിലാണ് അപ്പീൽ പോകുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊടുവല്ലൂരിലാണ് ഇപ്പോൾ സജി ചെറിയാൻ മിനിസ്റ്റർ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്.